ഹായ് ഹലോ. ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവാൻ തീരുമാനിച്ചു. ഇത് നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല, പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഈദിൻ്റെ അവധി കൂടി ആയതുകൊണ്ട് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. യാത്ര നേരെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ദമാമിലേക്കാണ്. ദമാമിൽ ഗ്ലോബൽ സിറ്റി കാണാനായിട്ടുള്ള ഒരു യാത്രയാണ്. കുടുംബസമേതമാണ് ഞാനും വൈഫും അതുപോലെ മോനുമായിട്ടാണ് യാത്ര. ഈ യാത്രയിലെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗ്ലോബൽ സിറ്റിയിലേക്ക് ഉള്ള യാത്രയിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ വി ബുക്ക് എന്ന് പറയുന്നൊരു ആപ്പ് വഴി വേണം നമ്മൾ ഗ്ലോബൽ സിറ്റിയിലേക്കുള്ള ടിക്കറ്റ് അത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാം എന്നുള്ള കാര്യമൊന്നും വിചാരിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, അവിടെ പാർക്കിങ്ങിന് അവർ പ്രത്യേക ഫീസ് ഈടാക്കുന്നുണ്ട്. 30 റിയാലോളം രൂപയാണ് അതിന് വരുന്നത്. ആ പാർക്കിങ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേ കുറച്ച് ഫ്രണ്ടിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള, അതായത് ഫ്രീ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനി കാണുന്നതാണ് ഗ്ലോബൽ സിറ്റി. ഞങ്ങൾ അറൗണ്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഗ്ലോബൽ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ പങ്കുവച്ചത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ, ഗ്ലോബൽ സിറ്റിക്കകത്തുള്ള കാഴ്ചകൾ, മറ്റ് കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാണാൻ സാധിക്കുന്ന എല്ലാവരും കാണുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളോട് പങ്കുവെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടുതൽ നമുക്ക് കാണുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ സഞ്ചരിക്കുക. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ സിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ടാറ്റ പറയുന്നത് എൻ്റെ വൈഫും എൻ്റെ മോനുമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗ്ലോബൽ സിറ്റി കാണാനായിട്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗ്ലോബൽ സിറ്റിയിൽ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം ഇനി അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്ലോബൽ സിറ്റിയുടെ എൻട്രൻസിലേക്കാണ് നമ്മുടെ യാത്ര. അതുവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന എൻട്രൻസ്, വളരെ വിശാലമായ ഒരു എൻട്രൻസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ കളറുകളാൽ അലങ്കരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വിശാലമായിട്ട് നമുക്ക് വേണ്ടി ഗ്ലോബൽ സിറ്റി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആയിരുന്നു കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കാരണം നമുക്ക് അവിടെ കാണാം വെള്ളമൊക്കെ തിങ്ങി നിൽക്കുന്നതായിട്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയൊക്കെയാണ് ഞങ്ങൾ ഇതിലെ ഓരോ കാഴ്ചകളും പകർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഭയങ്കര മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഗ്ലോബൽ സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെക്യൂരിറ്റികളുണ്ട്. അവർ നമ്മളടുത്ത് ടിക്കറ്റ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി എടുത്തവരാണെങ്കിൽ ആ ടിക്കറ്റ് നമ്മൾ മൊബൈലിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് അവർ ഓക്കെ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് അവർ പറയും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ചു. ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. 6 വയസ്സിന് മേളിലോട്ട് ഉള്ളവർ, കുഞ്ഞുങ്ങളും ടിക്കറ്റ് മസ്റ്റായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. 5 വയസ്സിന് താഴോട്ട് ആണ് തോന്നുന്നു ടിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കൺസേണും കാര്യങ്ങളും അവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ചു, അകത്തേക്ക് കയറി. ഇപ്പോൾ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സെക്യൂരിറ്റി ചെക്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് ഒരു സാധനവും പുറത്തു നിന്ന് അകത്തേക്ക് കഴിക്കാനായിട്ട് ഫുഡായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. കാരണം അവിടെ വ്യക്തമായിട്ട് സ്ത്രീകളോടും പുരുഷന്മാരുടെയും കയ്യിലുള്ള ബാഗുകളാണ് അല്ലെ മറ്റ് കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക്
ഫുഡും വെള്ളവും മറ്റ് കാര്യങ്ങളുമൊക്കെ സുലഭമായിട്ട് കിട്ടും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് മാത്രമാണ് ഈ നിമിഷം പറയാനുള്ളത്. എങ്കിലും നമുക്ക് വേണ്ടുന്നതൊക്കെ അതിൻ്റെ അകത്ത് വളരെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ടിക്കറ്റൊക്കെ കാണിച്ചു. അകത്തേക്ക് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ആദ്യ കാഴ്ചകളാണ്. നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച് കടകൾ കാണുവാനായിട്ട് സാധിക്കും. വ്യത്യസ്തങ്ങളായ ഫുഡുകൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കുട്ടികൾക്കൊക്കെ കളിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കേണ്ടല്ലേ. എത്ര വർണ്ണശോഭമായിട്ടാണ് അവിടെ അവർ അതിനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കയറിയത് ചൈനയുടെ സംസ്കാരം വിളിച്ചോതുന്ന ആ പൈതൃകത്തിൻ്റെ ആ മനോഹര ഏരിയയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ടാണ് ഓരോരോ കാര്യങ്ങളും അലങ്കരിച്ചിരിക്കുന്നത്. ഇത് നമുക്കിവിടെ നിന്ന് അവരുടെ ഏത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ഞങ്ങൾ അങ്ങനെ ആ ചൈനയുടെ സംസ്കാരത്തെ ഒന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ മോനൊരു ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ മേടിക്കുകയും അത് കഴിക്കുകയും ഒക്കെ ചെയ്തു. എനിവേ കൊള്ളാം, അതിമനോഹരമാണ്. അതിമനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണുന്ന ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ്. വളരെ മനോഹരമാണ്. നമുക്കവിടെ കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഈ കാഴ്ചകൾ കാണുവാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൈനയുടെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വഴിയരികിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണുവാനായിട്ട് കയറിയത് റഷ്യയുടെ സാംസ്കാരികമായ ആ ഒരു നിമിഷങ്ങളാണ്. അവർ അവിടെയും വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് തന്നെ അവിടെയും ഒരുപാട് ആൾക്കാർ പല തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്നുണ്ട്. പലരും പലതും മേടിക്കുന്നുണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഗ്ലോബൽ സിറ്റിയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാഴ്ചകളിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ കാഴ്ചകൾ കാണുക, പോകാൻ സാധിക്കുന്നവർ പോകണം. അത് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മെയ് മാസം അവസാനം വരെ ഈ ഒരു ഗ്ലോബൽ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കാണാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും സഞ്ചരിക്കാം, ഈ കാഴ്ചകളൊക്കെയും ആസ്വദിക്കാവുന്നതും ആകുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഒരു യാത്ര ഇങ്ങനെ നീളുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് കുഞ്ഞാട് ഉടനെ അതിനകത്ത് കയറുകയും അതിനകത്ത് യാത്ര ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അത് പ്രകാരം ഞങ്ങളുടെ ഒരു ചെറിയ യാത്രയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഇങ്ങനെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വഴിയിലൂടെ നടന്നു ചെല്ലുമ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ കയറുകയാണ്. നിങ്ങൾ ഈ കാണുന്ന അതുപോലെ വളരെ മനോഹരമായ വർണ്ണ ശോഭയാൽ നിറഞ്ഞു നിൽക്കുന്നതായ ഇടങ്ങളാണ് അവിടെ മുഴുവൻ. എന്തായാലും നമ്മൾ പോകുന്നത് വെറുതെ ആവില്ല. കാരണം നമ്മുടെ മനസ്സിനും കണ്ണിനുമൊക്കെ കുളിര് പകരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ടൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയുടെ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന ഇടങ്ങളിലൂടെയാണ്. ആക്ച്വലി നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഒരു സഹോദരിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സഹോദരി വൈഫിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചില സ്ക്രാബുകളും മറ്റുമൊക്കെ കയ്യിലൊക്കെ യൂസ് ചെയ്യുന്നതും നമ്മുടെ മുഖത്തും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നതുമായ ചില കാര്യങ്ങളൊക്കെ കുഴമ്പുകളൊക്കെ തേച്ച് കാണിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മടങ്ങി വരികയാണ്. അടുത്തത് നമ്മളേവരും വളരെ ആകാംക്ഷയോടെ കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സംസ്കാര പൈതൃകത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. വളരെയധികം ആൾക്കാർ അവിടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിനെ നേരിട്ട് കാണുവാനും ആസ്വദിക്കാനും ഒക്കെ അവിടെ നിൽക്കുന്നതും വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇന്ത്യയുടെ ആ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ പരിപാടി ഒന്ന് കാണുവാനായിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം സമയമൊക്കെ കണ്ടെത്തി. അങ്ങനെ ഇന്ത്യയുടെ സംസ്കാര പൈതൃകമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ മോന് ഗെയിമുകൾ കളിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇവിടുത്തെ ഓരോ റൈഡിലും കയറണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിന് ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് എടുക്കുവാനായിട്ട് സാധിക്കും. ഒരു കാർഡാണ് നമുക്ക് അവിടെ നിന്ന് അവർ തരുന്നത്. 3 റിയാലോളം ആ കാർഡിനാവുന്നുണ്ട്. പിന്നീട് നമുക്ക് ഏതൊക്കെ റൈഡിലാണ് കയറേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള റീചാർജുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓരോ റൈഡിലും നമുക്ക് കയറുവാനും നമുക്ക് എൻജോയ് ചെയ്യുവാനും വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നതാണ്. മകൻ അങ്ങനെ 1-2 റൈഡിൽ ചെന്നപ്പോൾ അവന് കയറാൻ പറ്റുന്ന റൈഡുകളൊന്നും ആയിരുന്നില്ല. അവസാനം ഒരു റൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ആ റൈഡിൽ മോനിങ്ങനെ റൈഡിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ദൂരത്ത് നോക്കിയാൽ
വളരെയധികം ഒരുപാട് റൈഡുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊച്ചുങ്ങൾക്ക്, വളരെ കുഞ്ഞു പിള്ളേർക്ക് ഒക്കെ വളരെ വളരെ കുറച്ച് റൈഡുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതായ റൈഡുകളുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് റൈഡുകളുടെ എമൗണ്ടൊക്കെ. കാരണം നമ്മൾ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ അതൊക്കെ സാധാരണമായിരിക്കുമെന്നും വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എന്തായാലും റൈഡുകളൊക്കെ ഇങ്ങനെ കയറി റൈഡിലൂടെയുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം, നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം കടയിലൊന്ന് കയറി. അപ്പോൾ അവർ ചില വേലത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് ഒരു ഐസ്ക്രീമൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. എനിവേ വളരെ സന്തോഷം, അവനും ഒരു സന്തോഷമൊക്കെ ആയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.